Dear students, welcome to my new video. In this lesson, we are going to discuss about the topic domain of a function. നമുക്കറിയാം ഈ ഒരു +1 സമയത്ത് ചില കുട്ടികൾക്ക് ബുദ്ധിമുട്ടുള്ളൊരു ഭാഗമാണ് ഡൊമൈൻ ഓഫ് എ ഫംഗ്ഷൻ. എങ്ങനെ ഒരു ഫംഗ്ഷൻ്റെ ഡൊമൈൻ കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ ഇത്തരം ഒരു സന്ദർഭത്തിൽ ഏകദേശം സിമ്പിളായിട്ട് ഏത് ഫംഗ്ഷൻ വന്നാലും എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് ചെറിയൊരു ലെസണാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. കൃത്യമായിട്ട് ഇതിൻ്റെ സ്റ്റെപ്പുകൾ മനസ്സിലാക്കുക. ഈ സ്റ്റെപ്പുകൾ എല്ലാ ചോദ്യത്തിലും നിങ്ങൾ അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് ഷുവറായിട്ടും മാർക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അതിങ്ങനെ ഡൊമൈൻ കണ്ടുപിടിക്കാം. അപ്പോൾ അതിനാദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് 2 പോയിന്റുകളാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഒന്ന് ഇൻപുട്ട് വാല്യൂ അഥവാ ഇൻസൈഡ് ദി ഫംഗ്ഷൻ. അതായത് നമുക്ക് f(x) എന്നൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടാകും. അതിൽ എക്സിന് കൊടുക്കാൻ പറ്റിയ വാല്യൂകൾ അഥവാ സെറ്റ് ഓഫ് ഓൾ ഇൻപുട്ട് വാല്യൂസിന് പറയുന്ന പേരാണ് ഡൊമൈൻ. ആ ഒരു കൺസെപ്റ്റ് ജസ്റ്റ് ഓർത്ത് വെക്കുക. രണ്ടാമത്തത് ഓൾ വാല്യൂസ് ഓഫ് ഫംഗ്ഷൻസ് ഫോർ വിച്ച് f(x) ഈസ് ഡിഫൈൻഡ്. അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. അഥവാ f(x) എന്ന ഫംഗ്ഷൻ എപ്പോഴാണോ ഡിഫൈൻഡ് ആകുന്നത് അതിലാണ് നമുക്ക് ഡൊമൈൻ കാണുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ 1/x എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ f(x) = 1/x. ആ എക്സിന് കൊടുക്കാൻ പറ്റിയ വാല്യൂസ് ഏതൊക്കെ ഉണ്ടോ അതാണ് അതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത്. ഇപ്പോൾ 1/x എന്നൊരു ഫംഗ്ഷൻ നമുക്കറിയാം. 1/x എന്ന ഫംഗ്ഷനിൽ ഒരിക്കലും എന്ത് പാടില്ല, എക്സ് എന്താകാൻ പാടില്ല, 0 ആകാൻ പാടില്ല. എക്സ് നെവർ ബി 0. അപ്പോൾ ബാക്കി ഏത് നമ്പർ കൊടുത്താലും ഇത് ഡിഫൈൻഡ് ആണ്. ഇപ്പോൾ f(x) എന്നൊരു ഫംഗ്ഷൻ 1/x ആണ്. എക്സ് എന്താകാൻ പാടില്ല, 0 ആകാൻ പാടില്ല. അപ്പോൾ എക്സ് 0 അല്ലാത്ത ഏത് നമ്പർ കൊടുത്താലും ഇത് ഡിഫൈൻഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എക്സെപ്റ്റ് 0. അഥവാ f(x)ന് ഏത് വാല്യൂ കൊടുക്കാം, പക്ഷേ ഏത് കൊടുക്കാൻ പാടില്ല, ഏത് റിയൽ നമ്പറും കൊടുക്കാം, പക്ഷേ ഏത് കൊടുക്കാൻ പാടില്ല, 0 എന്ന് പറഞ്ഞ നമ്പർ കൊടുക്കാൻ പാടില്ല. അതാണ് അതിൻ്റെ ഡൊമൈൻ. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ കൃത്യമായിട്ട് ഈ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ മറ്റൊരു ഉദാഹരണം കൂടി പറയുകയാണെങ്കിൽ f(x) = x² - 1 ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ആയിക്കോട്ടെ. ഈ ഒരു ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ അഥവാ നമുക്ക് എക്സിന് കൊടുക്കാൻ പറ്റിയ വാല്യൂസ് ഏതൊക്കെയുണ്ടോ, സെറ്റ് ഓഫ് ഓൾ ഇൻപുട്ട് വാല്യൂസ് ഇൻസൈഡ് ഫംഗ്ഷൻ, ഇതിൽ കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് ഏതൊക്കെയുണ്ടോ അതാണ് അതിൻ്റെ ഡൊമൈൻ. ഇപ്പോൾ ഈ എക്സിന് നമുക്ക് എനി നമ്പർ ക്യാൻ ബി പുട്ട് ഇൻ ദിസ് ഫംഗ്ഷൻ. ഏത് നമ്പർ നമുക്ക് ഈ ഫംഗ്ഷനിൽ എന്ത് കൊടുക്കാം, നമുക്ക് കൊടുക്കാം. അപ്പോൾ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ഡൊമൈൻ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. ഈ രീതിയിലാണ് നമ്മൾ ഡൊമൈൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. ആൻസർ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് താഴെ നിൽക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പായിട്ട് 4 സ്റ്റെപ്പുകൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതുണ്ട്. സ്റ്റുഡൻസ്, നമ്മൾ ഇനി രണ്ടാമത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട 3 പോയിന്റുകളാണ്. ഡൊമൈൻ, ഒരു ഫംഗ്ഷൻ്റെ ഡൊമൈൻ കാണുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളാണുള്ളത്. അതിൽ നമുക്കറിയാം ഫംഗ്ഷൻ കിട്ടിയാൽ നമുക്ക് ആദ്യം എന്ത് എഴുതാം, y = f(x) എന്ന രീതിയിൽ എഴുതാം. ഇപ്പോൾ നമുക്ക് കിട്ടിയത് x² - 1 ആണ്. f(x) = x² - 1 ആണെങ്കിൽ ഈ f(x)ന് സ്ഥാനം y = എന്ന് പറഞ്ഞ് എഴുതാം. യൂഷ്വൽ ഡിനോട്ടേഷനാണ്. അപ്പോൾ ഇതാണ് ഇവിടെ തന്ന y = f(x). അപ്പോൾ ഒരു ഫംഗ്ഷൻ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളാണ്. 1, 2, 3. ഇതിൽ ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡിനോമിനേറ്റർ ഒരിക്കലും എന്താകാൻ പാടില്ല, 0 ആകാൻ പാടില്ല. ഇപ്പോൾ ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തു 1/x. അപ്പോൾ 1/x എന്ന് പറഞ്ഞാൽ എക്സ് ഒരിക്കലും എന്താകാൻ പാടില്ല, 0 ആകാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ആ രീതിയിലുള്ളൊരു ക്വസ്റ്റ്യന്. രണ്ടാമത്തെ മെത്തേഡാണ് റൂട്ടിനുള്ളിലൊരു എക്സ്പ്രഷൻ. ഇപ്പോൾ √(x-1) ഇതൊരു മോഡലാണ്. ഇപ്പോൾ റൂട്ടിൻ്റെ ഉള്ളിൽ നമുക്ക് 0 വരാം. അപ്പോൾ സെറ്റ് ഓഫ് റിയൽ നമ്പർ തന്നെയാണ്. അപ്പോൾ x-1 വരെ നമുക്ക് എന്താക്കാം, എന്തെങ്കിലും കൊടുക്കാം. 1 - 1 = 0. അപ്പോൾ റൂട്ട് 0ൽ താഴുമ്പോൾ അത് കോംപ്ലക്സിലേക്ക് മാറി. അപ്പോൾ നമുക്ക് എന്താക്കാൻ പറ്റില്ല, ഡിഫൈൻഡ് അല്ല. അപ്പോൾ റൂട്ട് എക്സ്പ്രഷൻ വന്നാൽ, റൂട്ടിൻ്റെ ഉള്ളിൽ ഏത് എക്സ്പ്രഷൻ വന്നാലും അതെന്തായിരിക്കും, വാല്യൂ > 0 ആയിരിക്കും. മൂന്നാമത്തെ പോയിന്റ് 1/√x എക്സ്പ്രഷൻ. ഈ ഒരു കേസിൽ നമ്മൾ ഈ 2 കാര്യങ്ങളും എന്താക്കണം, ഓർക്കണം. അതായത് ഡിനോമിനേറ്റർ എന്തായാലും ഒരിക്കലും എന്താകാൻ പാടില്ല, 0 ആവാനും പാടില്ല. അതേപോലെ എക്സ്പ്രഷൻ എന്തായാലും എന്തായിരിക്കണം, > 0 ആയിരിക്കാൻ വേണം. അപ്പോൾ 2 കേസും കൂടി വരുമ്പോൾ 0 ആവാനും പാടില്ല, > ആയിരിക്കാൻ വേണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1/√x എക്സ്പ്രഷനിലാണ് ക്വസ്റ്റ്യൻ വന്നതെങ്കിൽ > 0 എന്നുള്ള മെത്തേഡിലേക്ക് കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾ നോട്ട് ചെയ്യാത്ത ആളുകൾ ഈ ഒരു 3 പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ടിലേക്ക് എഴുതിയെടുക്കുക. ശേഷം ഏത് ചോദ്യം വന്നാലും നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താക്കാം, ആൻസർ കണ്ടെത്താം. അപ്പോൾ നമ്മളിവിടെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുകയാണ്. നിങ്ങൾ എല്ലാവരും ആ 3 കാര്യങ്ങൾ പ്രധാനമായിട്ട് നോട്ട് ചെയ്തതെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഒരു മോഡലാണ്. f(x) = x² + 2x + 1 / x² - 8x + 12.
ഈ ഒരു ക്വസ്റ്റ്യൻ ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ വന്നാൽ എന്ത് ചെയ്യണം എന്നാണ് ആദ്യം പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ 3 മെത്തേഡിൽ ഫസ്റ്റ് മെത്തേഡിനെ നോക്കിയാൽ എക്സ് സ്ക്വയർ മൈനസ് കണ്ടീഷൻസ്, ആ കണ്ടീഷനിൽ ഏറ്റവും ആദ്യത്തെ കണ്ടീഷനെ നോക്കിയാൽ എക്സ് സ്ക്വയർ മൈനസ് 8x + 12 ഒരിക്കലും എന്താകാൻ പാടില്ല, 0 ആകാൻ പാടില്ല. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 8x + 12 എന്തായാലും എന്തായിരിക്കണം, ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം, 0-നേക്കാൾ വലുതായിരിക്കണം, എന്നാലേ അതിനെന്തുള്ളൂ, ഡെഫിനിഷൻ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, എക്സ് സ്ക്വയർ മൈനസ് 8x + 12 എങ്ങനെ ഏതൊക്കെ ഇതിലാണ് ഇൻവാലിഡ് ആവാമെന്ന് നോക്കാം. അപ്പോൾ അതിന് എക്സിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കണം. ഇത് നമുക്കറിയാം സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. ഇതിന് നമുക്ക് -b ± √b² - 4ac/2 എന്ന് വെച്ചിട്ട് ഇതിൻ്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് ഉണ്ട്, നിങ്ങൾക്ക് അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഐഡിയ കിട്ടണമെങ്കിൽ 10ാം ക്ലാസ്സിൻ്റെ വീഡിയോ ഉണ്ട് ഈ യൂട്യൂബ് ചാനലിൽ തന്നെ. 10ാം ക്ലാസ്സിൻ്റെ വീഡിയോ ഉണ്ട്, പ്ലേലിസ്റ്റിൽ പോയിട്ട് പോളിനോമിയൽസ് അഥവാ ബഹുപദങ്ങൾ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് കാണാം. അതിൽ ചാപ്റ്റർ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യുന്നൊരു ഭാഗമുണ്ട്, അതിൽ നോക്കിയാൽ മതി. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, അറിയാത്ത ആളുകളാണ് പറഞ്ഞത്. 2 നമ്പർ ആഡ് ചെയ്താൽ ഏതെങ്കിലും 2 നമ്പർ ആഡ് ചെയ്താൽ എക്സിൻ്റെ കൂടുതൽ നമ്പർ -8, പിന്നെ നേരെ ഓപ്പോസിറ്റ് -8 ആണെങ്കിൽ 8, അതേ 2 നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ 12. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആൻസറുകൾ A, B ആയിരിക്കും അതിൻ്റെ സൊല്യൂഷൻസ്. നമുക്കറിയാം 2 6 2 × 6 12 ആണ്, 2 + 6 8 ആണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് കിട്ടും എക്സിൻ്റെ സൊല്യൂഷൻസ് 2, 6 ആണ്. അപ്പോൾ ഈ ഒരു പോളിനോമിയൽ നമുക്ക് എന്താക്കാം, x - 2 × x - 6 എന്ന് എഴുതാം. അപ്പോൾ ഡിനോമിനേറ്റർ എന്താകാൻ പാടില്ല, 0 ആകാൻ പാടില്ല. അപ്പോൾ എക്സിന് എന്ത് വരാൻ പാടില്ല, 2 വരാൻ പാടില്ല, അതുപോലെ 6ഉം വരാൻ പാടില്ല. ബാക്കി ഏത് നമ്പർ വന്നാലും ഇതെന്താണ്, ഡിഫൈൻഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്, എല്ലാ റിയൽ നമ്പേഴ്സും പെടും എക്സെപ്റ്റ് 2, 6. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡൊമൈൻ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള കുട്ടികളിലേക്ക് എത്തിക്കുക. നിങ്ങൾക്ക് എളുപ്പപ്പെട്ടിട്ട് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ള കുട്ടികളിലേക്ക് എത്തിക്കുക, മാക്സിമം ഷെയർ ചെയ്യുക. ഇനി നമ്മൾ ഇതുപോലത്തെ 2-3 ക്വസ്റ്റ്യൻസ് കൂടി, ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് മനസ്സിലായ ആളുകൾ നോട്ട് എടുത്ത് എഴുതി വെക്കുക, ഐഡിയ മനസ്സിലാക്കി വെക്കുക. ഇതാണ് ഇതിൻ്റെ പ്രധാന കൺസെപ്റ്റ്. ഇനി സിമിലർ ആയിട്ടുള്ള നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് f of x is equal to √(x - 2). √(x - 2). അപ്പോൾ നമുക്കറിയാം, നമ്മൾ 3 കണ്ടീഷൻ പറഞ്ഞത് രണ്ടാമത്തെ കണ്ടീഷനാണിത്, x - 2. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും x - 2 ഒരിക്കലും എന്താകാൻ പാടില്ല, 0ൽ കുറയാൻ പാടില്ല. ഇപ്പോൾ റൂട്ടിൻ്റെ ഉള്ളിൽ 0 വന്നാൽ നമുക്ക് =0 ആണ്, അത് റിയൽ നമ്പറാണ്. അപ്പോൾ റൂട്ടിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് വരുമ്പോൾ അത് എന്തിലേക്ക് മാറി, കോംപ്ലക്സിലേക്ക് മാറി. അപ്പോൾ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആവില്ല. അപ്പോൾ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്നാൽ സെറ്റ് ഡൊമൈനും റേഞ്ചും എന്തായിരിക്കണം, റിയൽ ഫംഗ്ഷൻ ആയിരിക്കണം, റിയൽ നമ്പേഴ്സ് ആയിരിക്കണം. അപ്പോൾ x - 2 ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0, >= 0. ഈ ഒരു ഐഡിയ വെച്ചിട്ട് x - 2 >= 0. x - 2 >= 0 ആണെങ്കിൽ x should be >= 2. എക്സ് എന്തായാലും എന്തായിരിക്കും, 2-നേക്കാൾ കൂടുതലായിരിക്കും. നമുക്കിത് ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൽ തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. എക്സ് എന്തായാലും എന്തായിരിക്കും, 2-നേക്കാൾ കൂടുതൽ, 2 അല്ലെങ്കിൽ അതിൽ കൂടുതൽ എഴുതാം, =. അപ്പോൾ ഇതിൻ്റെ ഡൊമൈൻ ഇതിൽ തന്നെ എഴുതാം. എക്സ് എന്തായാലും എന്തായിരിക്കണം, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് 2 to ∞. എല്ലാ നമ്പറും കൊടുക്കാം. സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പർ അല്ല, 2 മുതൽ ∞ വരെയുള്ള ഏത് നമ്പറും കൊടുക്കാം. 2 ഇതിൽ ഇൻക്ലൂഡഡ് ആണ്, അഥവാ ഈക്വൽ ഉണ്ട്, അതുകൊണ്ട് ക്ലോസ്ഡ് ബ്രാക്കറ്റ്. ഇൻഫിനിറ്റിക്ക് എപ്പോഴും നമ്മൾ എന്താണ്, ഓപ്പൺ ബ്രാക്കറ്റ്. അപ്പോൾ ഇതിൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ 2 to ∞ ആയിരിക്കും. ഇനി അല്ലെങ്കിൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ അല്ല, 2 to ∞. 2 എന്ന് പറഞ്ഞൊരു നമ്പർ ഉണ്ട്, അതൊന്ന് ∞ വരെ. അപ്പോൾ 2 എന്ന് പറഞ്ഞത് ഇൻക്ലൂഡഡ് ആണ്, അതുകൊണ്ട് ഇതിൻ്റെ ഗ്രാഫ് അങ്ങനെ വരും, ഈ രീതിയിൽ വരും. ഇപ്പോൾ എക്സ്ക്ലൂഡഡ് ആണെങ്കിൽ ഹോളായിട്ട് വരും. ഇതാണ് ഇതിൻ്റെ ആൻസർ. കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. രീതിയിൽ ഏത് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം, ചെയ്ത് കണ്ടുപിടിക്കാം. ഇനി മൂന്നാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിൻ്റെ ഇതേപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള മറ്റൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. f of x is equal to 1/√(1 - x). ഇത്തരം ഒരു ക്വസ്റ്റ്യൻ ഈ രീതിയിൽ ചോദ്യം വന്നാൽ 3 കണ്ടീഷനാണ്. മൂന്നാമത്തെ കണ്ടീഷനാണ് ഇത് വരുന്നത്. റൂട്ടിൻ്റെ ഉള്ളിൽ എക്സ്പ്രഷൻ വന്നാൽ ഓൾവേസ് 1 - x എന്തായിരിക്കണം, ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. അപ്പോൾ റൂട്ടിനുള്ളിൽ 0 ആവാനും പാടില്ല, √() എന്താകാൻ പാടില്ല, 0 ആവാൻ പാടില്ല. 1 - x എന്നാൽ 0, എക്സിന് 1 കൊടുക്കുമ്പോൾ അത് 0 ആയി മാറും. 1/0 എന്നാൽ ∞ ആണ്, ഡിഫൈൻഡ് അല്ല. അപ്പോൾ 0 ആവാൻ പാടില്ല, 0-നേക്കാൾ മുകളിലായിരിക്കണം. 1 - x should be greater than 0. 1 - x should be greater than 0, 1 > x, or 1-നേക്കാൾ ചെറുതായിരിക്കണം x എന്ന് പറഞ്ഞ വാല്യൂ. അപ്പോൾ അതിൻ്റെ ഡൊമൈൻ നമുക്കറിയാം, ഡൊമൈൻ ഈസ് ഈക്വൽ ടു
1നേക്കാൾ ചെറുതാണ് പറഞ്ഞത്. അപ്പോൾ മൈനസ് ഇൻഫിനിറ്റി വരെ കൊടുക്കാം. ഇൻഫിനിറ്റി ഓൾവേസ് ഓപ്പൺ ബ്രാക്കറ്റ് ആയിരിക്കും. 2 എവിടെ വരെ? 1 വരെ. പക്ഷേ 1 ഇതിൽ എന്തല്ല, ഇൻക്ലൂഡഡ് അല്ല, എക്സ്ക്ലൂഡഡ് ആണ്. അപ്പോൾ അതിൻ്റെ ഡൊമൈൻ എന്ത് വരും? ഈ രീതിയിൽ വരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇതിനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ മൈനസ് ഇൻഫിനിറ്റി 1 മുതൽ ഇങ്ങോട്ട്. അപ്പോൾ ഇത് ഇൻക്ലൂഡഡ് ആണ്, അല്ല എക്സ്ക്ലൂഡഡ് ആണ്. കാരണം ഇവിടെ ഈക്വൽ ടു ഇല്ല. അപ്പോൾ ഈക്വൽ ടു ഉണ്ടെങ്കിൽ ഇൻക്ലൂഡഡ് ആകുമായിരുന്നു. ഇതാണ് അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ അത് എക്സാമിന് ചോദിക്കാറുണ്ട്. കൃത്യമായിട്ട് മനസ്സിലാക്കുക, ആൻസർ ചെയ്യുക. ഇനി മൂന്നാമത് നമുക്ക് പ്രധാനമായിട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി ഇതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ബാക്കി ഫോളോ അപ്പ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനോട് കൂടി ഈ ഒരു ഭാഗം വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. ഇപ്പോൾ നാലാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് f of x is equal to root of x minus 2 divided by x minus 3. അപ്പോൾ ഇത്തരം ഒരു ക്വസ്റ്റ്യൻ, 3 minus 6 ആണ്, x minus 3 divided by 3 minus x. ഇത്തരം ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പോൾ നമുക്കറിയാം രണ്ടാമത്തെ മോഡലാണ്, റൂട്ടിൻ്റെ ഉള്ളിൽ എക്സ്പ്രഷനാണ്. ആ എക്സ്പ്രഷൻ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇത് വേണമെങ്കിൽ എന്താക്കാം, 0 ആവാം. പക്ഷേ ഈ ഒരു കേസിൽ 0 ആയത് എന്താണ്? x ഈക്വൽ ടു 3 ആകുമ്പോൾ നമുക്ക് ഡിഫൈൻഡ് അല്ലാന്ന് പറയാം. അപ്പോൾ എക്സ് ഒരിക്കലും എന്താകാൻ പാടില്ല, 3 ആകാൻ പാടില്ല. പക്ഷേ അത് മാത്രമാണോ കണ്ടീഷൻ നമുക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ എഴുതുമ്പോൾ x minus 2 divided by 3 minus x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. റൂട്ടിനുള്ളിൽ 0 വരുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു കേസിൽ മാത്രം x നോട്ട് ഈക്വൽ ടു 3. അപ്പോൾ ഇത്തരം ഒരു സന്ദർഭത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പല കുട്ടികളും നോർമലായിട്ട് വരുത്തുന്ന ഒരു വലിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും. 3 minus x into 0 ആണ്, 3 minus x 0, 3 minus x into 0 ആണ് 0. അപ്പോൾ നമ്മൾ x എഴുതാൻ ഈക്വൽ ടു 2. ഇതൊരു വലിയൊരു മണ്ഡലമാണ്. ഇത്തരം ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ആരും വരുത്താൻ പാടില്ല. കാരണം ഇത് നമ്മുടെ ഇനീക്വാലിറ്റിയാണ്. ഇനീക്വാലിറ്റി മൾട്ടിപ്ലിക്കേഷൻ എന്നൊരു കേസ് ഇല്ല. അപ്പോൾ അതൊന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇത്തരം ആൻസറുകൾ വരുത്താതിരിക്കാൻ ശ്രമിക്കണം, തെറ്റുകൾ വരുത്താതിരിക്കാൻ ശ്രമിക്കണം. ഇത്തരം കേസ് നമുക്കറിയാം എഴുതാൻ ഈക്വൽ ടു 0 ആയിരിക്കണമെങ്കിൽ ഒന്നുകിൽ ന്യൂമറേറ്ററും 0 പ്ലസ് ആയിരിക്കണം, അല്ലെങ്കിൽ ഡിനോമിനേറ്ററും പ്ലസ് ആയിരിക്കും. രണ്ടും പ്ലസ് ആകാൻ മാത്രമെങ്കിൽ എന്താവും, എഴുതാൻ ഈക്വൽ ടു 0. അല്ലെങ്കിൽ എന്തായിരിക്കണം, രണ്ടും നെഗറ്റീവ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം x minus 2 പ്ലസ് ചേർക്കാം, അതുപോലെ തന്നെ 3 minus x ചേർക്കാം. അങ്ങനെ ആ രീതിയിൽ ഒരുപാട് സ്റ്റെപ്പ് എഴുതേണ്ടി വരും. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിനെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള സിമ്പിൾ ട്രിക്കാണ്. നിങ്ങളിവിടെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഒരു സിമ്പിൾ ട്രിക്ക് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അത്തരം ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഇപ്പോൾ x minus 2 by 3 minus x always greater than or equal to 0. Now what we do in this problem, you know that both of functions must be positive or both of functions must be negative. ഈ രണ്ട് കേസിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, greater than or equal to 0 വരുള്ളൂ. അപ്പോൾ ഒന്നുകിൽ രണ്ടും പ്ലസ് ആയിരിക്കണം, അല്ലെങ്കിൽ രണ്ടും എന്തായിരിക്കണം, നെഗറ്റീവ് ആയിരിക്കണം. അപ്പോൾ ഇത്തരം ഒരു കേസ് എടുക്കുമ്പോൾ നമുക്ക് 4 കേസുകളായിട്ട് ഇതിൻ്റെ ആൻസർ ചെയ്യേണ്ടി വരും. അത് അല്പം ബുദ്ധിമുട്ടുള്ള അഥവാ ലെങ്തി ആയിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും എളുപ്പമുള്ളൊരു ഈസി ആയിട്ടുള്ള മെത്തേഡാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഡിനോമിനേറ്റർ പോസിറ്റീവ് ആക്കാം. ഡിനോമിനേറ്റർ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഈ സെയിം ഫംഗ്ഷൻ കൊണ്ട് നമ്മളൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായി, ഇതിൻ്റെ സ്ക്വയർ കിട്ടും. അപ്പോൾ 3 minus x into 3 minus x, അതാണ് 3 minus x സ്ക്വയർ. മോളത്തെ ഫംഗ്ഷൻ ഓൾറെഡി അവിടെ തന്നെ ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യാം, 3 minus x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇതെന്തായാലും എന്തായിരിക്കും, മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. 3 minus x എന്തായി, പോസിറ്റീവ്. ഡെഫിനറ്റ്ലി x minus 2 into 3 minus x എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. x minus 2 into 3 minus x ഓൾസോ ഈക്വൽ ടു 0 ആയിരിക്കും. ഇനി നമുക്ക് ആകെ ചെക്ക് ചെയ്യേണ്ടത് അത് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ റെപ്രസെൻറ്റ് ഇൻ്റർവെൽ എങ്ങനെ ഡിഫൈൻ ചെയ്യാം, എങ്ങനെ നമുക്ക് ഇൻ്റർവെൽ കണ്ടെത്താമെന്നുള്ളതാണ്. അപ്പോൾ നോട്ട് ചെയ്താത്ത ആളുകൾ ജസ്റ്റ് ഇതൊന്ന് എഴുതി കൊടുക്കുക. ശേഷം ഞാൻ പറയുകയാണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ x minus 2 into 3 minus x, x minus 2 into 3 minus x ഈക്വൽ ടു 0. അപ്പോൾ ഒന്നെങ്കിൽ x minus 2 greater than or equal to 0 ആയിരിക്കണം, അല്ലെങ്കിൽ 3 minus x greater than or equal to 0 ആയിരിക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇൻ്റർവെൽ കിട്ടും. അപ്പോൾ നമുക്ക് 3 ഇൻ്റർവെലായിട്ട് തിരിക്കാം. -∞ to 2 വരെ, 2 വരെ, 2 to 3, 3 to ∞. അപ്പോൾ ഇതാണ് നമ്മൾ ഇൻ്റർവെലായിട്ട് തിരിക്കുന്നത്. ഇതിൻ്റെ ഫാക്ടേഴ്സ് നോക്കിയിട്ട് നമ്മൾ എന്താക്കും, ഇൻ്റർവെലാക്കി തിരിക്കും. അപ്പോൾ നമുക്ക് എന്തായിരിക്കണം, ഈ കണ്ടീഷൻ എന്താണ്, greater than or equal to 0 വരണം. അപ്പോൾ നമുക്ക് ഏതാണ് ആ കേസ് നോക്കാം. അപ്പോൾ -∞ to 2 വരെയുള്ള ഏതെങ്കിലും ഒരു നമ്പർ, എനി നമ്പർ, ഏറ്റവും എളുപ്പം 0 ആണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഒരു നമ്പറാണ് 0. ആ 0 ഇതിലേക്ക് അപ്ലൈ ചെയ്താൽ 0 into -2 നെഗറ്റീവ്, -∞ to
2 വരെ എടുക്കുകയാണെങ്കിൽ 0 എടുക്കുകയാണെങ്കിൽ 0 മൈനസ് 2 ആണ് മൈനസ് 2 നെഗറ്റീവ് നെഗറ്റീവ് ഇൻറ്റു 0 മൈനസ് 3 ആണ് 3 മൈനസ് 0 ആണ് പോസിറ്റീവ് നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് ഓൾവേസ് എന്തായിരിക്കും നെഗറ്റീവ് ആയിരിക്കും അപ്പോൾ ഈ ഒരു വാല്യൂ എന്തായി നെഗറ്റീവ് ആയി ഇനി രണ്ടാമത് നമ്മൾ ചെയ്യുന്നത് 2 to 3 രണ്ടാമത് നമ്മൾ ചെയ്യുന്നത് 2 to 3 എന്ത് സംഭവിക്കുക എക്സിൻ്റെ ഇടയിലുള്ള നമ്പർ ഇപ്പോൾ 2.5 എക്സ് 2.5 കൊടുത്താൽ 2.5 മൈനസ് 2 എന്ന് പറഞ്ഞാൽ 0.5 3 മൈനസ് 2.5 എന്നാൽ 0.5 രണ്ട് പോസിറ്റീവ് പ്ലസ് പോസിറ്റീവ് പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ് എന്നാൽ പോസിറ്റീവ് അപ്പോൾ 2 to 3 എന്ത് കിട്ടി പോസിറ്റീവ് കിട്ടി മൂന്നാമത് നമ്മൾ ചെയ്യുന്നത് 3 മൈനസ് എക്സ് 3 to ഇൻഫിനിറ്റി 3ൻ്റെ ഇടയിൽ ഏതെങ്കിലും നമ്പർ 4 കൊടുക്കുകയാണെങ്കിൽ 4 മൈനസ് 2 പോസിറ്റീവ് 3 മൈനസ് 4 എന്നാൽ നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് എന്നാൽ നെഗറ്റീവ് അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ആ ആൻസർ നമുക്ക് എന്താ കിട്ടേണ്ടത് 3x പോസിറ്റീവ് ആണ് കിട്ടേണ്ടത് അപ്പോൾ 2ൻ്റെ 3ൻ്റെ ഇടയിലുള്ള നമ്പർ ആയിരിക്കും നമുക്ക് കിട്ടേണ്ട ഡൊമൈൻ സെറ്റ് ഓഫ് ഓൾ വാല്യൂസ് 2 to 3 ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് 2 അതിൽ ഇൻക്ലൂഡഡ് ആണോ എക്സ്ക്ലൂഡഡ് ആണോ എന്നുള്ളതാണ് അപ്പോൾ എക്സിന് 2 കൊടുത്താൽ 2 0 ഇൻറ്റു 3 മൈനസ് എക്സ് 3 മൈനസ് എക്സ് എന്നതാണ് എന്തായാലും 0 ഇൻറ്റു ചെയ്യുമ്പോൾ 0 ആണ് അപ്പോൾ 2 നമുക്ക് എന്താക്കാം ഇതിൽ ഡൊമൈനായിട്ട് കൊടുക്കാം മനസ്സിലാവാത്ത ആൾക്കാർ പോസ് ചെയ്തതിന് ശേഷം ജസ്റ്റ് റിവേഴ്സ് അടിക്കുക നമുക്ക് നോക്കുക നമുക്ക് ഇതുവരെ ചെക്ക് ചെയ്തു പോസിറ്റീവ് കിട്ടി പക്ഷേ നമുക്ക് എന്ത് കാര്യം കൂടി അറിയണം 2 ഇൻക്ലൂഡഡ് ആണോ എക്സ്ക്ലൂഡഡ് ആണോ എന്നറിയണം അപ്പോൾ എക്സിന് 2 കൊടുത്തു 2 മൈനസ് 2 എന്നാൽ 0 ഇൻറ്റു ചെയ്യുമ്പോൾ എന്തായാലും 0 അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം 0 കൊടുക്കാം അപ്പോൾ അടുത്തൊരു കേസ് എക്സിന് 3 കൊടുക്കാം 3 മൈനസ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0 അപ്പോൾ 3 നമുക്ക് എന്താക്കാൻ പാടില്ല കൊടുക്കാൻ പാടില്ല കാരണം 3 എക്സ് നോട്ട് ഈക്വൽ ടു 3 ആണ് അപ്പോൾ 3 എന്തല്ല ഇൻക്ലൂഡഡ് അല്ല കാരണം എക്സ് നോട്ട് ഈക്വൽ ടു 3 ആണ് 3 കൊടുക്കുമ്പോൾ എന്തായി പോകും 0 ആയിപ്പോൾ നോട്ട് ഡിഫൈൻഡ് ആയി പോകും അപ്പോൾ ഇതിൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 2 and 3 2 ഈസ് ഇൻക്ലൂഡഡ് ഇതിൻ്റെ ഗ്രാഫ് ആണെങ്കിൽ വരക്കാം മൈനസ് ഇൻഫിനിറ്റി 2 3 ഇൻഫിനിറ്റി അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് 2 ഇൻക്ലൂഡഡ് ആണോ 3 ഇൻക്ലൂഡഡ് അല്ല ആണെങ്കിൽ പ്രോപ്പർ ബ്രാക്കറ്റ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെത്തേഡ് ഇപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക ആൻസർ ചെയ്ത് പഠിക്കുക ജസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കാരണം നിങ്ങൾ ചില മിസ്റ്റേക്കുകൾ വരുത്താൻ സാധ്യത ഉള്ളത് കൊണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ ജസ്റ്റ് റിപ്പീറ്റ് ചെയ്യാണ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 9 മൈനസ് എക്സ് സ്ക്വയർ അപ്പോൾ ഇത്തരം ഒരു ക്വസ്റ്റ്യനിൽ നമുക്കറിയാം റൂട്ടിനുള്ളിലെ എക്സ്പ്രഷനാണ് അപ്പോൾ 9 മൈനസ് എക്സ് സ്ക്വയർ മസ്റ്റ് ബി ഗ്രേറ്റർ ഓർ ഈക്വൽ ടു 0 അപ്പോൾ നിങ്ങൾ പല ആളുകളും തെറ്റിക്കുന്നൊരു മിസ്റ്റേക്കാണ് 9 ഗ്രേറ്റർ ഓർ ഈക്വൽ ടു എക്സ് സ്ക്വയർ ഗ്രേറ്റർ ഓർ ഈക്വൽ ടു എക്സ് അപ്പോൾ ഇത്തരം ഒരു മിസ്റ്റേക്ക് വരുത്തുന്നതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ എന്താക്കും ആ രീതിയിൽ ചെയ്യാൻ പാടില്ല ഇതിനെ നമ്മൾ എന്ത് ചെയ്യും ഫാക്ടറൈസ് ചെയ്യും 9 മൈനസ് എക്സ് പറഞ്ഞാൽ 3 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ അതായത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്താം 3 പ്ലസ് എക്സ് ഇൻറ്റു 3 മൈനസ് എക്സ് അപ്പോൾ ഈ രീതിയിൽ എഴുതുകയാണെങ്കിൽ നമുക്ക് 2 ഇൻ്റർവെല്ലായിട്ട് കിട്ടും അതായത് മൈനസ് ഇൻഫിനിറ്റി ടു -3 അപ്പോൾ -3 എക്സിന് -3 കൊടുക്കുമ്പോൾ എന്താവും 0 എന്ന കേസിൽ അതുപോലെ തന്നെ 3 മൈനസ് എക്സ് 3 ഇൻഫിനിറ്റി നമുക്ക് എന്തായാലും എന്തായിരിക്കും ഗ്രേറ്റർ 0 ആയിരിക്കണം അതിന് വേണ്ടിയിട്ട് മൈനസ് ഇൻഫിനിറ്റി ടു -3 വരെയുള്ള ഏതെങ്കിലും ഒരു നമ്പർ കൊടുക്കുന്നു നമ്മൾ ഉദാഹരണത്തിന് -4 കൊടുക്കുകയാണെങ്കിൽ നേരത്തെ ചെയ്ത അതേ മെത്തേഡാണ് -4 കൊടുക്കുമ്പോൾ 3 - 4 എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ഇവിടെ -4 കൊടുക്കുമ്പോൾ 3 മൈനസ് -4 പ്ലസ് നെഗറ്റീവ് പ്ലസ് എന്തായി പോകും ഓൾ ഇൻ ഓൾ നെഗറ്റീവ് ആയി പോകും അപ്പോൾ അതിൻ്റെ അടുത്ത കേസ് -3 to 3 ഏറ്റവും നല്ലത് 0 കൊടുക്കുന്നതാണ് 3 + 0 പ്ലസ് ഇൻറ്റു 3 - 0 ആണ് പ്ലസ് 2 പ്ലസ് വരുമ്പോൾ അത് ടോട്ടലി എന്താവും പോസിറ്റീവ് മൂന്നാമത് 3 to ഇൻഫിനിറ്റി നമുക്ക് ഇഷ്ടമുള്ള നമ്പർ കൊടുക്കാം 4 കൊടുക്കാം 4 + 3 എന്നാൽ 3 + 4 എന്നാൽ 7 3 - 4 എന്നാൽ നെഗറ്റീവ് പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് വരുമ്പോൾ നെഗറ്റീവ് അപ്പോൾ നമുക്ക് ഇതിന് കൃത്യമായിട്ട് എന്ത് ഐഡിയ കിട്ടും നമ്മുടെ വാല്യൂ കിടക്കുന്നത് -3 ഇൻറ്റത് അഥവാ ഡൊമൈൻ കിടക്കുന്നത് ഡൊമൈൻ -3 ഇൻ്റെതും 3 ഇൻ്റെതും ഇടയിലാണ് ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് -3 ഉം 3 ഇൻക്ലൂഡഡ് ആണോ അത് എക്സ്ക്ലൂഡഡ് ആണോ എന്നുള്ളതാണ് അപ്പോൾ -3 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും 0 കിട്ടും -3 + 3 എന്നാൽ 0 ൻ്റെ നമ്പർ ചെയ്താൽ നമുക്ക് ഗ്രേറ്റർ ഓർ ഈക്വൽ ടു 0 അപ്പോൾ -3 എന്താണ് ഇൻക്ലൂഡഡ് ആണ് കാരണം 0 വരുന്നതിന് പ്രശ്നമല്ല ഡിനോമിനേറ്ററിലല്ല രണ്ടാമത് നമ്മൾ നോക്കുന്നത് 3 - 3 എന്നാൽ 0 അഗെയിൻ 0 അപ്പോൾ 3 നമുക്ക് എന്താക്കാം കൊടുക്കാം അപ്പോൾ അതിൻ്റെ ഡൊമൈൻ എന്നാൽ -3 to 3 ക്ലോസ്ഡ് ബ്രാക്കറ്റ് വരും ഇതാണ് ഇതിൻ്റെ മെത്തേഡ് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക മറ്റുള്ള കുട്ടികൾക്ക് ഷെയർ ചെയ്യുക രണ്ടാമത് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇതേ മോഡലിൽ തിരിച്ചൊരു ക്വസ്റ്റ്യൻ x² - 9 x² - 9
അപ്പോൾ ഇത് സെയിം കേസ് തന്നെ നമുക്ക് എന്താക്കാം, x സ്ക്വയർ മൈനസ് ഞാൻ ഓൾവേസ് ഗ്രീറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, x പ്ലസ് 3 ഇൻറ്റു x മൈനസ് 3 മസ്റ്റ് ബി ഗ്രീറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ ഇതിനെ ഇതേപോലെ നമുക്ക് എന്താക്കാം, സെയിം മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് 3 ഇൻഫിനിറ്റി. മൈനസ് ഇൻഫിനിറ്റി മൈനസ് 3ൻ്റെ ഇടയിൽ നമുക്ക് ഒരു വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് ഒരു വാല്യൂ -4 കൊടുത്താൽ -4 പ്ലസ് 3, -4 പ്ലസ് 3 എന്നാൽ -1 നെഗറ്റീവ്, -4 -3 എന്നാൽ നെഗറ്റീവ്. രണ്ട് നെഗറ്റീവ് വരുമ്പോൾ നമുക്ക് എന്തായി ടോട്ടലി പോസിറ്റീവായി. രണ്ടാമത് -3 3ൻ്റെ ഇടയിൽ നമ്മൾ 0 പ്ലസ് 3 എന്നാൽ പോസിറ്റീവ്, 0 -3 എന്നാൽ നെഗറ്റീവ്, പോസിറ്റീവ് നെഗറ്റീവ് നെഗറ്റീവ്. ഇനി അടുത്തത് 3 to 4, 3 to ഇൻഫിനിറ്റി. 4 കൊടുക്കുമ്പോൾ 4 പ്ലസ് 3 7, 4 മൈനസ് 3 1, രണ്ടും പ്ലസ് ആണ്. അപ്പോൾ രണ്ട് പ്ലസ് കൊടുക്കുമ്പോൾ നമുക്ക് ടോട്ടലി എന്ത് കിട്ടും, പോസിറ്റീവ് കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടേണ്ടത് ആൻസർ -ഇൻഫിനിറ്റി ടു -3, -ഇൻഫിനിറ്റി ഓൾവേസ്. അതുപോലെ തന്നെ -3 എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. അതേപോലെ യൂണിയൻ, രണ്ട് കേസുണ്ട്, യൂണിയൻ ഉണ്ട് 3 to ഇൻഫിനിറ്റി, 3 to ഇൻഫിനിറ്റി, ഇൻഫിനിറ്റി ഓൾവേസ് ഓപ്പൺ ബ്രാക്കറ്റ്. നമുക്ക് ചെയ്യേണ്ടത് -3 ഇതിൽ ഇൻക്ലൂഡഡ് ആണോ എക്സ്ക്ലൂഡഡ് ആണോ എന്നുള്ളതാണ്. അപ്പോൾ -3 കൊടുക്കുമ്പോൾ -3 നോട്ട് കൊടുത്താൽ നമുക്ക് 0 കിട്ടും. അപ്പോൾ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ -ഇൻഫിനിറ്റി ടു -3 ഇൻക്ലൂഡഡ് ആണ്. അതേപോലെ 3 എന്താണ്, ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഡൊമൈൻ പറഞ്ഞ ഇതായിരിക്കും. ഇപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഐഡിയ ക്ലിയർ ആയ ആളുകൾ മറ്റുള്ള കുട്ടികളിലേക്ക് ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി കാത്തിരിക്കുക. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ വീഡിയോയ്ക്ക് അടിയിൽ തന്നെ ചെയ്യുക. താങ്ക് യു.